എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ ഹരിപ്പാട് സൈറ്റിലാണ് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയ ഒരു സൈറ്റാണിത്. ഇതിപ്പം ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം, 2 ടോയ്ലറ്റ്, അതുപോലെ തന്നെ ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, 2 കിച്ചൺ, സ്റ്റെയർ റൂം, സിറ്റൗട്ട്, വരാന്ത, കാർ പോർച്ച്, ഇത്രയാണ് നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. ഇതിപ്പോ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു. ഇപ്പം ഇന്ന് മുതൽ നമ്മൾ ഇതിന്റെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെയിനായിട്ട് നമുക്ക് രാവിലെ ഒരു പണി കിട്ടിയെന്താന്ന് വെച്ചാൽ കുറെ നാള് മോട്ടോർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് മോട്ടറിൽ ചെറിയൊരു കംപ്ലൈന്റ് വന്നത്. ഇപ്പൊ അതിന്റെ റിപ്പയറിംഗ് ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. ഇതിപ്പോ ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ബ്രിക്ക് വർക്കുകൾ ലിൻഡൽ വരെ കംപ്ലീറ്റ് ആക്കാനാണ് നോക്കുന്നത്. ഇത് നമ്മുടെ വർക്ക് ഇവിടെ ബ്ലോക്കിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് 8 ഇഞ്ച് വീതിക്കാണ് ഇതിന്റെ ഭിത്തികളെല്ലാം വരുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഫൗണ്ടേഷനകത്തുള്ള മണ്ണെല്ലാം ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പം മുമ്പേ പറഞ്ഞിരുന്നില്ല, മോട്ടറിന് ചെറിയൊരു കംപ്ലൈന്റ് ഇട്ടുണ്ട്. ക്ലീനിങ് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിരുന്നു. ഇപ്പം മോട്ടർ ശരിയാക്കിയ ഉടനെ തന്നെ നമ്മുടെ ക്ലീനിങ്ങിന്റെ വർക്ക് തുടങ്ങും. അതിനുശേഷം ഫുള്ളായിട്ട് ഗ്രൗട്ട് ഒഴിച്ച് നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റ് ഔട്ട് ചെയ്യും. സെറ്റ് ഔട്ട് ചെയ്തതിനു ശേഷം എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ക്ലിയർ ആയിക്കൊണ്ട് നമ്മൾ ഇന്ന് മുതൽ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. സാധാരണ നമ്മൾ കട്ട കെട്ടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്ലോക്കുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ കടകളിൽ പോയി ബ്ലോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ ഈ ബ്ലോക്കിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് സിമെന്റ് മോട്ടോർ അഥവാ പരിക്കനെന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ പലരും പല മിക്സ് ഇടുമെങ്കിലും നമ്മുടെ സൈറ്റിൽ നമ്മൾ സാധാരണയായിട്ട് 5:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ സിമെന്റ് മോട്ടോർ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ബ്രിക്ക് വർക്ക് ബാക്കിയുള്ള മുകളിലേക്ക് പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി പോകണം. നമ്മളിപ്പം ഈ 2 കട്ട തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം 1 ഇഞ്ച് വരത്തക്ക രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അടുത്ത ലൈൻ കട്ട കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഗ്യാപ്പുകൾ ജോയിന്റുകൾ മാറി മാറി വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മളിപ്പോ അടുത്ത ലൈനൂടെ കെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ജെല്ലിൽ വരുന്ന സിൽ ലെവൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള പോർഷനെല്ലാം നമ്മൾ ഈ കട്ട കെട്ടി ഹൈറ്റ് ആക്കി പോകുന്നതായിരിക്കും.